പെയിന്റിംഗ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കേക്ക് ബോർഡില്ലേ, അപ്പോൾ ഇതുപോലത്തെ കേക്ക് ബോർഡിലാണ് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്രാഫ്റ്റും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് പെയിന്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു റെഡും, പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും, പിന്നെ ഒരു യെല്ലോയും. അപ്പോൾ ഈ യെല്ലോ കളർ ഞാൻ എടുത്തത് റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓറഞ്ച് ഷെയ്ഡ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അതിലൊരു ഗോൾഡൻ്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറ്റാലിക് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗോൾഡൻ്റെ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള കേക്ക് ബോർഡ്. അപ്പോൾ ഇത് വീട്ടിൽ വെറുതെ വേസ്റ്റായിട്ട് കിടക്കായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോർഡ് തന്നെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ, ഇതേപോലെ റൗണ്ട് ഷേപ്പുള്ള കാർഡ്ബോർഡ് പീസൊക്കെ ആണെങ്കിൽ അത് എടുത്തിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൽ ഫുള്ളായിട്ട് ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ മുകളിൽ ഈ ഒരു ടെക്സ്ചർ, സിൽവറിൻ്റെ ഈ ഒരു ടെക്സ്ചർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റ് പിടിക്കാനായിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ ആ പെയിൻറ്റ് തന്നെ ഒന്നും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ലായി പോകും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വരക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഡോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിന്നായിട്ടുള്ള ഒരു റൗണ്ട് ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ആയതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് വരക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടുക. അടുത്തത് നമ്മുടെ ഓറഞ്ച് കളർ ഫ്ലവറാണ് വരക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് യെല്ലോ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ എന്നാലും അത് നല്ലൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഓൾറെഡി ഓറഞ്ച് കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഓറഞ്ച് പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് യെല്ലോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാത്രം റെഡ് ആഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ട് യെല്ലോ എടുക്കുക, കുറച്ച് റെഡ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളറ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞ് ഇനി ഞാനിതിൻ്റെ സ്റ്റെമ്മ് വരക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനത് വരക്കുന്നത് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിന്നായിട്ടുള്ള റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആ ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് ലീവ്സും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീവ്സ് മുഴുവനായിട്ട് കാണിക്കാത്തത് നിങ്ങൾക്ക് ബോറടിക്കില്ല, അതുകൊണ്ടാണ് ഞാനിത് മുഴുവനായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് ലീവ്സാണ് നമ്മളിതിൽ വരയ്ക്കുന്നത്. അപ്പോൾ ലീവ്സ് കുറേ ആയപ്പോൾ ഫ്ലവേഴ്സ് തീരെ ഇല്ലാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പെയിൻറ്റിങ് നമ്മൾ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെറ്റാലിക് സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൽ കുറച്ചും കൂടി സ്റ്റെമ്മും ലീവ്സും കൂടി വരച്ച് ഒന്നും കൂടി ഭംഗിയാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ഷെയ്ഡുള്ള പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് ആദ്യം വരച്ച് ഗ്രീൻ കളർ സ്റ്റെമ്മും ലീവ്സും വരച്ചില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ്റെ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡനോ സിൽവറൊക്കെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പെയിൻറ്റിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലവറിലോ അല്ലെങ്കിൽ ആ ലീവ്സിലോ എന്തിലെങ്കിലും ഒന്നിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഫ്ലവേഴ്സ്
ഫ്ലവേഴ്സിനൊക്കെ ഒരു ഗോൾഡൻ്റെ ആ ഒരു ഷൈനിങ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലവേഴ്സിലും ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗോൾഡൻ്റെ പെയിൻറ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്ത ക്രിയേഷൻ അല്ല പെയിൻറ്റിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിന് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു ബോർഡിൽ ഒരുപാട് ക്രാഫ്റ്റും സംഭവങ്ങളൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.